ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്. സോ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ള ഓരോ ഇൻസ്ട്രക്ഷനും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ പോവാണ്. സോ ലൈൻ ബൈ ലൈൻ നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് മസ്റ്റ് റീച്ച് ദ സെന്റർ അറ്റ് ദ ടൈം ഇൻഡിക്കേറ്റഡ് അഗൈൻസ്റ്റ് റിപ്പോർട്ടിംഗ് ഓർ എൻട്രി ടൈം അറ്റ് ദ സെന്റർ ഇൻ ദി അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്കൊരു റിപ്പോർട്ടിംഗ് ടൈം തന്നിട്ടുണ്ട് അല്ലേ? ആ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ നിങ്ങൾ സെന്ററിൽ എത്തിച്ചേരുക. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു അഡ്മിറ്റ് കാർഡാണ് ഒരു കുട്ടിയുടെ. അപ്പോൾ കുട്ടിയുടെ റിപ്പോർട്ടിംഗ് ടൈം അല്ലെങ്കിൽ എൻട്രി ടൈം എന്ന് പറഞ്ഞത് 11 AM ഈ തേർഡ് കോളത്തിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ മക്കൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു ഗേറ്റ് ക്ലോസിംഗ് ടൈം 1:30 ആണ്, ഷാർപ്പാണ്. അതിനുശേഷം 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ പോലും ഗേറ്റ് ക്ലോസിംഗ് ടൈം 1:30 ആണ്. അതിൽ നിന്ന് ഒറ്റ സെക്കൻഡ് പോലും നിങ്ങൾ വൈകാൻ പാടില്ല, പിന്നീട് നിങ്ങൾക്ക് ഒരു എൻട്രിയേ ഉണ്ടാവില്ല. അപ്പൊ ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് മുൻപ് ഉറപ്പായും എത്തുക. ഇതിന് ഒരുപാട് വെരിഫിക്കേഷനും കാര്യങ്ങളും ഫ്രിസ്കിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും പ്രോപ്പർ ടൈമിൽ മക്കൾ എത്തിച്ചേരുക. അതാണ് രണ്ടാമത്തെ കാര്യം. ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് മുൻപായിട്ട് നിങ്ങൾ സെന്ററിൽ എത്തിച്ചേരേണ്ടതാണ്. ആൻഡ് എക്സാം ഹാളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ആ ഹാളിൽ നിന്ന് ലീവ് ചെയ്യാൻ പറ്റില്ല. അതായത് 5 മണിക്കാണ് എക്സാം എൻഡ് ചെയ്യുന്നതെങ്കിൽ എല്ലാ OMR ഷീറ്റൊക്കെ കളക്ട് ചെയ്ത് എല്ലാത്തിനും ശേഷം മാത്രമായിരിക്കും നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ലീവ് ചെയ്യുക. ഇപ്പം നമ്മൾ ബോർഡ് എക്സാം അല്ലെങ്കിൽ വേറെ എക്സാം ഒക്കെ എഴുതുന്ന ടൈമിൽ നമുക്ക് കുറച്ച് 5 മിനിറ്റ് നേരത്തെ ഇറങ്ങാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇതങ്ങനെയല്ല. എക്സാം കഴിയുക, നിങ്ങൾ മേ ബി നിങ്ങളുടെ ആൻസേഴ്സ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ടൈം ആക്ച്വലി വളരെ കുറവാണ് എങ്കിൽ പോലും നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. എക്സാം ടൈം കംപ്ലീറ്റ് കഴിയാതെ നിങ്ങൾക്ക് ലീവ് ചെയ്യാൻ പറ്റില്ല എക്സാം ഹാളിൽ നിന്ന്. യെസ്, അടുത്തത് ഇതാണ് പറയുന്നത്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിലുള്ള ഓരോ ഇൻസ്ട്രക്ഷനും വളരെ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ദെൻ അഡ്മിറ്റ് കാർഡിന് 3 പേജസ് ആണുള്ളത്. ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ്. ഫസ്റ്റ് പേജിലുള്ളത് സെന്ററിന്റെ ഡീറ്റെയിൽസും സെൽഫ് ഡിക്ലറേഷനും ഒക്കെയാണ്. അതൊക്കെ പ്രോപ്പർ അല്ലേ? നിങ്ങളുടെ പേരും സിഗ്നേച്ചർ ക്ലിയർ അല്ലേ? നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് കറക്റ്റ് അല്ലേ? എല്ലാ ഡേറ്റയും ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഫസ്റ്റ് പേജിലുള്ളത് സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിരിക്കും, അതിൽ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അടുത്ത പേജില് സെക്കൻഡ് പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക മാത്രം ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് പേജിലാണെങ്കിലും സിഗ്നേച്ചർ ഇടാൻ പറഞ്ഞ സ്ഥലത്ത് എക്സാം സെന്ററിൽ ചെന്നിട്ടാണ് സൈൻ ചെയ്യേണ്ടത്. ഫോട്ടോഗ്രാഫ് മാത്രം ഇവിടുന്ന് ഒട്ടിച്ചിട്ട് പോവുക. ആ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയിൽ നിങ്ങളുടെ ഡേറ്റും ടൈമും ഡേറ്റും ഒന്നും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. യെസ്. ആൻഡ് തേർഡ് പേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉള്ള പേജാണ്. ആ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോൾ ടിക്കറ്റിലുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ഈ 3 പേജും നിങ്ങൾ എടുത്തു വെക്കുക. അതിൻ്റെ ഒരു കോപ്പി കൂടി എടുത്തു വെക്കുക. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ, അതായത് അലോട്ട്മെന്റ് നടക്കുന്ന ടൈമിലും ഇതൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തു വെച്ചേക്കാം. യെസ്. ഇനി പറയുന്നത് ഈ അഡ്മിറ്റ് കാർഡ് പ്രൊവിഷണൽ ആണ്, മീൻസ് താൽക്കാലികമാണ്. അതായത് അഡ്മിറ്റ് കാർഡ് വന്നു എന്ന് കരുതി നിങ്ങൾ നീറ്റിന് എലിജിബിൾ ആണെന്നല്ല. അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വേറെ പലതും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രൊവിഷണൽ ആണ്, താൽക്കാലികമായിട്ടുള്ളതാണ്. അല്ലാണ്ട് നമ്മുടെ ബുള്ളറ്റിനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ എലിജിബിൾ ആണോ, ഇതിന് നിങ്ങൾ യോഗ്യരാണോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നത്. ഓക്കെ, യെസ്. ആൻഡ് അടുത്തത് നിങ്ങളുടെ ലൊക്കേഷൻ, എവിടെയാണ് എക്സാം നടക്കുന്നത് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക മക്കളെ. കാരണം ആ ഒരു സ്ഥലത്തേക്ക് ഇനി ട്രാൻസ്പോർട്ട് അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. കാരണം ദൂരെ എവിടെയെങ്കിലും സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ 3 ഓപ്ഷൻ കൊടുത്തതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയത്. എന്നാൽ പോലും കിട്ടിയിരിക്കുന്ന സെന്റർ ചിലപ്പോൾ റൂറൽ ഏരിയാസിൽ, ഉൾപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. സോ നേരത്തെ അത് കണ്ടുപിടിക്കുക. ആ സമയത്ത് കിടന്ന് ഓടല്ല, വണ്ടി കിട്ടിയില്ല, അങ്ങനെ ഒന്നും പറഞ്ഞ് നമുക്ക് ടൈം കളയാനില്ല. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ്. സോ വെന്യൂ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക, സ്ഥലമൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അതേപോലെ അവർ പറയുന്നുണ്ട് ഫേസ് റെക്കഗ്നേഷനും അതേപോലെ ചെക്കിങ്ങും നന്നായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ഉള്ളിലേക്ക്, വെരിഫിക്കേഷന് ശേഷമാണ് ഉള്ളിലേക്ക് കയറ്റുക. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ എത്തുക. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട്, ഇപ്പോൾ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കസ്റ്റംസ് റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കോസ്റ്റ്യൂംസ് നിങ്ങൾക്ക് ഇടാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ പെട്ടെന്ന് നേരത്തെ തന്നെ എത്തുക. എന്നാലേ വെരിഫിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
സാധിക്കത്തുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ഒരു കാര്യം ക്ലിയർ അല്ലേ? യെസ്, കാരണം തറോ ആയിട്ടുള്ള ചെക്കിംഗ് ഇതിന് ആവശ്യമാണ്. റെഡി. ആൻഡ് ഇനി പറയുന്നത് അഡ്മിറ്റ് കാർഡോ വാലിഡ് ID പ്രൂഫോ ഒന്നും ഇല്ലാത്ത കുട്ടികളെ ഒരിക്കലും എക്സാം ഹോളിലേക്ക് കയറ്റില്ല. മക്കളെ, നമുക്ക് പണ്ടൊരു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് കിട്ടിയിരുന്നു. അത് ജസ്റ്റ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പാ, സിറ്റി ഏതാണെന്ന് അറിയിക്കുന്നതാ. അതല്ല നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, ഈ അഡ്മിറ്റ് കാർഡാണ് കൊണ്ടുപോകേണ്ടത്. വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ ഫ്രിസ്കിംഗ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടായിരിക്കും ഈ ഒരു ദേഹ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ അതിനെക്കുറിച്ച് പേടിയും കാര്യങ്ങളും ഒന്നും വേണ്ട, അതൊക്കെ പ്രോപ്പർ ആയിട്ട് അവർ ചെയ്യും. ബാർഡ് ആയിട്ടുള്ള യാതൊരുവിധ ഐറ്റംസ് നിങ്ങളുടെ ഡ്രസ്സിനുള്ളിലോ പോക്കറ്റിനുള്ളിലോ ഒന്നും ഇടാനായിട്ട് പാടില്ല. ഈ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മളെ ഉള്ളിലേക്ക് കയറ്റുക. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പെർമിറ്റ് അല്ലാത്ത ഒരു കാര്യം പോലും ഒന്നിലും പോക്കറ്റിലോ ഒന്നും ഇടാനായിട്ട് ഒന്നും പാടില്ല. യെസ്, പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് എടുക്കാം. ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം. സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ച് നിറച്ച വാട്ടർ ബോട്ടിലല്ല, അത് കാണണം, അതിനുള്ളിലുള്ള സാധനം പുറമെ കാണുക. അത്ര ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് എടുക്കാം. അഡീഷണൽ ഫോട്ടോഗ്രാഫ് എടുക്കണം. അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഏത് ഫോട്ടോഗ്രാഫാണോ കൊടുത്തത് ആ ഫോട്ടോഗ്രാഫ് തന്നെ മക്കൾ എടുക്കുക. അത് അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫസ്റ്റ് പേജിൽ, അഡ്മിറ്റ് കാർഡിന്റെ ഫസ്റ്റ് പേജിൽ ഒട്ടിക്കുന്നുണ്ട്. ഇത് കൂടാതെ സെക്കൻഡ് പേജിൽ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഉണ്ട്. ഇത് കൂടാതെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിൽ കൊടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ കാര്യം കൂടിയാണ് പറയുന്നത്. അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനുള്ളതാ, അത് അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ചുകൊണ്ട് വരാനുള്ളതല്ല. എക്സ്ട്രാ കയ്യിൽ കരുതണം. അവിടെ ചെന്നിട്ട് എക്സാം ഹാളിൽ ചെന്നിട്ട് സെന്ററിൽ ചെന്നിട്ട് അവിടെ അറ്റൻഡൻസ് ഷീറ്റ് തരും. ആ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് കയ്യിൽ കരുതണം. ഏത് ഫോട്ടോഗ്രാഫാ? നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള അതേ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം കയ്യിൽ കരുതേണ്ടത്. റെഡി. സെൽഫ് ഡിക്ലറേഷൻ ഒക്കെയുള്ള പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ച നമ്മുടെ ഫോട്ടോഗ്രാഫ് ഒട്ടിച്ച നമ്മുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കയ്യിൽ കരുതണം. ഓക്കെ, അഡ്മിറ്റ് കാർഡ് കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ബോട്ടിൽ എടുക്കാം. അതേപോലെ എക്സ്ട്രാ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. ദെൻ എല്ലാം നിങ്ങളെ എക്സാം ഹോൾ, പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അവർക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ആവശ്യമാണെങ്കിൽ മാത്രമാണ്, ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളേ. അവര് ഇപ്പൊ സ്ക്രൈബ് വെച്ചിട്ട് എഴുതുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് അവർ കൊണ്ടുവരണം എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. യെസ്. ആൻഡ് നെക്സ്റ്റ് തിങ്, അടുത്ത എന്താണ് പറയുന്നത് നോക്കാം. ക്ലോസിംഗ് ടൈമും റിപ്പോർട്ടിംഗ് ടൈമും ഒക്കെ നോട്ട് ചെയ്യണേ മക്കളെ. യെസ്. ആൻഡ് candidate should put their signature and paste the photograph at the appropriate place. കൃത്യമായ സ്ഥലത്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. സൈൻ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ. എക്സാം ഹോളിൽ ചെന്നിട്ട് സെന്ററിൽ ചെന്നിട്ടാണ് നമ്മൾ സൈൻ ചെയ്യേണ്ടത്. വീട്ടിൽ നിന്നല്ല സൈൻ ചെയ്യുന്നത്. സൈൻ ചെയ്യുന്നത് നിങ്ങൾ എക്സാം ഹോളിൽ ചെന്നിട്ടാണ്. ഫോട്ടോഗ്രാഫ് വീട്ടിൽ നിന്ന് ഒട്ടിക്കാം. അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കേണ്ട ഫോട്ടോഗ്രാഫ് എക്സ്ട്രാ കയ്യിൽ കരുതണം. യെസ്. Okay. Candidates are advised to bring the updated copy of their Aadhaar cards to the center. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് അതിൻ്റെ അപ്ഡേറ്റഡ് കോപ്പി കയ്യിൽ കരുതണേ. വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് എടുക്കാൻ പറ്റുന്നുണ്ട്. ചില കുട്ടികൾ പാസ്പോർട്ട് ആയിരിക്കും കൊടുത്തിരിക്കുന്ന, എന്തെങ്കിലും ഒരു ID പ്രൂഫ് കയ്യിൽ കാണണം. അതിൻ്റെ കൂടെ ആധാർ കാർഡും കൂടി നിർബന്ധമായിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ വേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കയ്യിൽ കരുതണം എന്ന് പറയുന്നുണ്ട്. സ്ക്രൈബ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് കയ്യിൽ കരുതണം. യെസ്. ആൻഡ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് അലൗഡ് ടു ക്യാരി എനി പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക് ഡിവൈസസ്, മൊബൈൽ ഫോൺസ് ആൻഡ് അതർ ബാൻഡ് ഓർ പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ലിസ്റ്റഡ് ഇൻ ദ ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ. അപ്പോൾ നമുക്കറിയാം കുറേ സാധനങ്ങൾ ബാർഡാണ്, ഇതിനുള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. കാൽക്കുലേറ്റർ പറ്റില്ല, മൊബൈൽ ഫോൺ പറ്റില്ല, അല്ലേ, ഡിജിറ്റൽ വാച്ചുകളൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കയ്യിൽ വെച്ചോണ്ടും പോകാൻ പാടില്ല, പോക്കറ്റിലോ ഒന്നും ഡ്രസ്സിനുള്ളിലോ ഒന്നും സൂക്ഷിക്കാനും പാടില്ല. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ എക്സാം ഹോളിന് വെളിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഉള്ളിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. ബ്ലാങ്ക് പേപ്പർ ഷീറ്റ് ഫോർ റഫ് വർക്ക് വിൽ നോട്ട് ബി പ്രൊവൈഡ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കും. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് എഴുതി നോക്കാൻ കാണും. അപ്പോൾ റഫ് പേപ്പറോ കാര്യങ്ങളോ ഒന്നും ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. അത് നിങ്ങൾക്ക് ബുക്ക്ലെറ്റ് കിട്ടുന്ന ടൈമിൽ ആ ബുക്ക്ലെറ്റിൽ അവർ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യും. ആ സ്ഥലത്ത് മാത്രമായിരിക്കണം കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ബുക്കും പേനയൊന്നും ആയിട്ട് അകത്തേക്ക് പോകാൻ പാടില്ല. ബുക്ക്ലെറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നിടത്ത് റഫ് വർക്കിനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു സ്പേസിൽ മാത്രമേ നിങ്ങളത് ചെയ്യാനായിട്ട് പാടുള്ളൂ.
നോ കാൻഡിഡേറ്റ് ഷുഡ് അഡോപ്റ്റ് എനി അൺഫെയർ മീൻസ്. മക്കളെ, ഈ എക്സാം ഹാളിനുള്ളിൽ നിങ്ങൾ യാതൊരു കാരണവശാലും കോപ്പി അടിക്കാനോ അങ്ങനത്തെ യാതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അവർക്ക് എൻ ടി എനെ സംബന്ധിച്ച് അത്രയും AI ടെക്നോളജി വരെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അവരത് ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മൾ കീം എക്സാമിന് പോയതിലും കുറച്ചും കൂടെ നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിരിക്കും. കീം എക്സാം സ്ട്രിക്റ്റ് അല്ല എന്നല്ല, അത് സ്ട്രിക്റ്റ് ആയിരുന്നു. അതിലും ഒരുപാട് ചെക്കിങ്ങും മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഒരു സ്ട്രിക്ട്നെസ് പ്രതീക്ഷിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകാൻ. അല്ലെങ്കിൽ തന്നെ ഈ ചോദ്യങ്ങൾ നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ പോകുന്ന പോലെ നമുക്ക് അത്ര ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനൊന്നും മെനക്കെടാൻ നിൽക്കേണ്ട. അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല. On completion of the test, candidate must hand over the OMR sheet and take away only the text booklet with them. നിങ്ങൾക്ക് OMR ഷീറ്റ്, അത് മൊത്തം OMR ഷീറ്റ് നിങ്ങൾ ഒറിജിനലും ഓഫീസ് കോപ്പിയും നിങ്ങൾ അവിടെ തിരിച്ചേൽപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ടെസ്റ്റിന്റെ ബുക്ക്ലെറ്റ്, ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്ക്ലെറ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ OMR ഷീറ്റ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ സിഗ്നേച്ചർ അതിലുണ്ട്, ഇൻവിജിലേറ്ററുടെ സിഗ്നേച്ചർ അതിലുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പുവരുത്തി OMR സബ്മിറ്റ് ചെയ്യാന്നുള്ളത് കാൻഡിഡേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളുടെ അതിൽ സിഗ്നേച്ചർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക, ഇൻഷുർ ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നുണ്ട് ബയോ ബ്രേക്സ്. എക്സാം തുടങ്ങി ആദ്യത്തെ 1 അവറിലും അതേപോലെ ലാസ്റ്റ് ഹാഫ് ആൻ അവറിലും ബയോ ബ്രേക്സോ കാര്യങ്ങളോ ഒന്നും, ടോയ്ലറ്റ് ബ്രേക്സ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. സത്യം പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂറിനേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒക്കെ കഴിഞ്ഞ് വേണം കറക്റ്റായിട്ട് എക്സാം ഹോളിലേക്ക് കയറാൻ. ആദ്യത്തെ 1 അവർ ഒരിക്കലും നിങ്ങൾക്ക് ബ്രേക്ക് തരത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പുറത്തു ആ ഒരു ടൈമിൽ അത് ബയോ ബ്രേക്സ് എടുക്കാനുള്ള അനുമതിയില്ല. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. ആദ്യത്തെ ഫസ്റ്റ് അവറും ലാസ്റ്റത്തെ ഹാഫ് ആൻ അവറും. അതേപോലെ നമ്മൾ ബയോ ബ്രേക്കിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്ന ടൈമിൽ ഉറപ്പായിട്ടും നമുക്ക് ഫ്രിസ്കിങ് വീണ്ടും കാൻഡിഡേറ്റിന് ഫ്രിസ്കിങ്ങും ബയോമെട്രിക് അറ്റൻഡൻസും ഉണ്ടായിരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, അത് അവരൊന്നും കൂടി ഓൾറെഡി അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ എക്സാം ഹോളിലേക്ക് കയറ്റുന്നത്. ഇനി നമുക്ക് അതിനിടയിൽ ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ ബയോ ബ്രേക്സ് എടുത്തതിന് ശേഷം തിരിച്ചു വരുമ്പോൾ വീണ്ടും ഫ്രിസ്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കും. യെസ്, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് നോട്ട് ടു ഇൻക്ലൂഡ് ഇൻ യൂസ് ഓഫ് അൺഫെയർ മീൻസ്. വീണ്ടും പറയാണ്, യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും അതിനുള്ളിൽ ചെയ്യാൻ പാടില്ല. കോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഡീബാർ ചെയ്യുക വരെ ചെയ്യും. അപ്പം അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. NTAയുടെ വെബ്സൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ. മക്കളെ, അപ്പം ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.